ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടാകാം, ആരുമാകാം. ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം എന്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, നിങ്ങളോട് പറയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ നിങ്ങളോട് പറയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൽ ഉള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് ബാക്കിയുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാത്ത എന്തോ ഒരു കാര്യം അവരുടെ കൂടെ അവർ കൊണ്ട് നടക്കുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് അവർക്ക് ശരിക്കും അറിയില്ല. ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും പെരുമാറ്റമോ പ്രവൃത്തിയോ അവരിലൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അവരുടെ ഉള്ളിൽ എന്തോ തരത്തിലുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയത്ത് അവരുടെ ഇമോഷൻസ് സ്റ്റേബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. പല ചിന്തകളും ഇങ്ങനെ ചിന്നി കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മനസ്സ് അവർ പല വഴിയിലേക്ക് തിരിച്ചു വിടാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ പൂർണ്ണമാകുന്നില്ല. അവർ ഇപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് അവരിയ്ക്കുന്നത്. പല കാര്യങ്ങളും കഴിഞ്ഞു പോയതും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നടക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ നടക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ പല ചിന്തകളും അതുപോലെ പല സാധ്യതകളും പല ഓപ്ഷൻസും അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും അവർക്കൊരു സൊല്യൂഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ ഒരു തീരുമാനമോ കൃത്യമായിട്ട് എടുക്കാനോ ഒന്നും തന്നെ അവർക്ക് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നില്ല. ആ ഒരു ഉത്തരം അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി അവർ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ലഭിക്കുന്നില്ല. അത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഒരു മേഘത്തെ പോലെയാണ്. അതായത് ആ മേഘം അതിൻ്റെ ഷേപ്പ് പല രീതിയിലോട്ട് മാറുന്നത് പോലെയാണ് അവരുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും. ഒരു സമയം ഇത് ശരിയാണെന്ന് തോന്നും, അടുത്ത സമയം ഇതിങ്ങനെ അല്ല എന്ന് തോന്നും. ആ ഒരു രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഈ ഒരു റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെയോ അല്ലെങ്കിൽ നിങ്ങളെയോ വിലമതിക്കാത്തത് കൊണ്ടല്ല. ശരിക്കും അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാത്തത് കൊണ്ടാണ്. എന്താണ് റിയൽ എന്നവർക്കറിയില്ല. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അവർ മെൻ്റലി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് ഇമോഷൻസ് മാറി മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതേ ഇല്ല. അതുപോലെ അവർ കൺഫ്യൂസ്ഡ് ഒക്കെ ആണെങ്കിലും നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് വളരെ ആഴത്തിലുള്ളതാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് അവർ പുറമേ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അവർ പുറമേ കൂടുതൽ കാണിക്കുന്നതിനേക്കാൾ അവരത് അവരുടെ ഉള്ളിൽ തന്നെ വെക്കാനും ഒരു വ്യക്തത നിശബ്ദമായിട്ട് കണ്ടെത്താനുമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. ചില സമയത്ത് സങ്കടം, ചില സമയത്ത് ദേഷ്യം, ചില സമയത്തൊരു ഫ്രസ്ട്രേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പഴയ പല ഓർമ്മകളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അവരിൽ തന്നെ ഒതുക്കുകയാണ്. അതുപോലെ സ്ട്രെങ്ത് കാർഡും ഇവിടെ കാണിക്കുന്നത് അവർ എക്സ്പ്രസ് ചെയ്യാതെ അവരുടെ ചിന്തകളെ, അവരുടെ ഇമോഷൻസിനെ ഉള്ളിൽ ഒതുക്കുന്നതിനെയാണ്. അവരിങ്ങനെ പറയാതെ ഇരിക്കാനായിട്ട്, അതായത് എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് വ്യക്തതയില്ലാതെ ഒന്നും പറയാനോ ഒന്നും ചോദിക്കാനോ ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ സംയമനം പാലിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അവരെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ ഈ ഒരു സമയത്ത് യാതൊരു റിയാക്ഷനും കാണിക്കാതെ, അല്ലെങ്കിൽ ആരോടും യാതൊന്നും റിയാക്ട് ചെയ്യാതെ പേഷ്യൻസ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ അവർക്കൊരു വ്യക്തത വേണം. ഇമ്പൾസീവായിട്ട് യാതൊരു നീക്കങ്ങളും നടത്താതെ അല്ലെങ്കിൽ യാതൊരു വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കാൻ അവർ വളരെയധികം ശ്രമിക്കുകയാണ്. അതുപോലെ അവരിപ്പോൾ അവരുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുന്നുണ്ട്. അവർ നിങ്ങളുമൊത്ത് ചിലവഴിച്ച നല്ല നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുമൊത്ത് ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും അവരിങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ അവർക്കത് വളരെയധികം സേഫായിട്ട് തോന്നിയിരുന്ന ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴവർക്ക് ചിന്തിക്കുമ്പോൾ അതൊക്കെ എത്രയധികം സേഫ് ആയിരുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്.
ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയെങ്കിൽ പോലും അവിടേക്ക് അവർ ഇപ്പോഴും അവരുടെ മനസ്സ് അവരെ കൊണ്ടുപോകുന്നതായിട്ടാണ്, ആ പഴയ ഓർമ്മകളിലേക്ക്, ആ സേഫായിട്ട് അവർക്ക് തോന്നിയിരുന്ന നിങ്ങളുമൊത്തുള്ള ഓർമ്മകളിലേക്ക് അവരെ അവരുടെ മനസ്സ് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർ പൂർണ്ണമായും ആ ഒരു പഴയ ഓർമ്മകളെ ഒന്നും തന്നെ ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരെ മറന്നു പോയിട്ടില്ല. അവരെ പാസ്റ്റിലെ ഓർമ്മകൾ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ അവർ ഇമോഷണലി കണക്റ്റഡ് ആണ് എന്ന് കാണാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, അവർ ഒരുപക്ഷെ നിങ്ങൾ അവരോട് പലപ്പോഴും സംസാരിക്കാനായിട്ട് ചെന്നിട്ടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായപ്പോഴോ അല്ലെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആക്കാനോ ഒക്കെ ചെന്നിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് ഡിഫെൻസീവ് ആയിട്ടുണ്ടാകാം, അതായത് സംസാരിക്കാൻ താല്പര്യപ്പെടാതെ ഒരു അവസരം നൽകാതെയൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടാകാം. അതായത് ഇവിടെ കാണുന്നത്, അവരാരോടാണോ ഡിഫെൻസീവ് ആയത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അവർ ഡിഫെൻസീവായിട്ട് പെരുമാറിയ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടിയിരുന്ന ഒരു സമയത്ത് അവർ നിന്നിട്ടുണ്ടാവില്ല, പക്ഷേ അവരായിരുന്നു നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടിയിരുന്നത്. എന്നാൽ അന്ന് അവർ നിങ്ങളുടെ കൂടെ നിന്നില്ല. അത് ഒക്കെ അവരിന്ന് ചിന്തിക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അവർ ഇമോഷണൽ ആകുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷണൽ ആവുന്നതോടൊപ്പം തന്നെ അവർ കൺഫ്യൂസ്ഡുമാണ്. കാരണം പലതരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. ചില സമയത്ത് ഞാനത് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നെങ്കിലും മറ്റൊരു സമയത്ത് അത് ചെയ്തത് ശരി, കുഴപ്പമില്ല, അത് അവർക്ക് വേണം, ഈ ഒരു രീതിയിലും ചിന്തിക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ഓർമ്മകൾ വരുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. അവർ ഓർക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ അറിയാതിരിക്കാനും അവരുടെ ഈ ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവർ ചിന്തിക്കുന്നത്, ഈ ഒരു വ്യക്തി ഇനി വേണ്ട, ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി കൂടുതൽ സംസാരിക്കേണ്ട, ആ ഒരു രീതിയിൽ. ഇനി നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അതായത് എല്ലാം ഇവിടെ നിർത്താം, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ അവർ ബാലൻസ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതായത് രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ബാലൻസ് കൊണ്ടുവരാനും വീണ്ടും ടെമ്പറൻസ് കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതിനെയാണ്. ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ ഇത്രയധികം കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവാനും ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചിന്തകൾ ഇവരുടെ ഉള്ളിലും വരാനുള്ള കാരണം ഒരുപക്ഷെ മുൻപ് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറ്റത്തിൽ എന്തെങ്കിലും വേദനകൾ ഉണ്ടായതോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇടപെടലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷനോ ഒക്കെ തന്നെ ആകാം. എന്ത് തന്നെയായാലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലായിരിക്കാം ഇതിങ്ങനെയൊക്കെ ആയത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ പാസ്റ്റിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തിയോട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമൊത്തുള്ള ആ ഒരു കണക്ഷൻ തന്നെ ആയിരിക്കാം. എന്തു തന്നെയായാലും അവരുടെ ആ ഒരു പാസ്റ്റ് കണക്ഷനിൽ അവർ ഹീല് ചെയ്യുന്നതായിട്ട്, ആ ഒരു കണക്ഷനിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതായിട്ടും ആ ഒരു കണക്ഷനെ ഹീല് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത്. അവരെ തന്നെ സ്വയം ഹീല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സമയത്ത് അവർ നിങ്ങളെയും ഓർക്കുന്നുണ്ട്. അവർ ആ ഒരു കണക്ഷനെയും അവരിലുണ്ടായ ആ ഒരു പെയിനിനെയും ഒക്കെ അവർ ഹീല് ചെയ്യുന്നതോടൊപ്പം അവർ നിങ്ങളെയും ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരായിരിക്കാം തെറ്റ് ചെയ്തത്, പക്ഷേ എങ്കിലും അവർ അവരെ തന്നെ ഹീല് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് ഫീല് ചെയ്യുന്നത്, അവർ കൺഫ്യൂസ്ഡ് ആണെങ്കിലും അവരൊരു തീരുമാനം എടുക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ്. തീരുമാനം പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും അതിൻ്റെ അടുത്ത് അവരെത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് നാളായിട്ട് ഈ ഒരു ചിന്തകൾ നടക്കുന്നുണ്ട്. അവർ ആ ഒരു പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ട് കളയാനോ, അല്ലെങ്കിൽ അവരെ തന്നെ അങ്ങനെ വിട്ട് കളയാനോ അല്ല അവർ ആഗ്രഹിക്കുന്നത്, പക്ഷെ അവരെ തന്നെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവരും ഒരുപാട് ഇമോഷണലി സഫർ ചെയ്തതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ആ ഒരു കാര്യം വേണമെങ്കിലും അവരിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ കൊടുത്തതായിരിക്കില്ല, അവരുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ കൊടുത്തതായിരിക്കാം. കാരണം ഒരു റിലേഷൻഷിപ്പിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആര് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായാലും രണ്ടാൾക്കാരും വേദനിക്കും, ഒരുപോലെ തന്നെ രണ്ടാൾക്കാരും വേദനിക്കും. അല്ല ഇൻ കേസ് അവർക്ക് നിങ്ങളിൽ നിന്നും വേദന കിട്ടാതെ പോയെങ്കിലും മറ്റൊരിടത്ത് അവർക്ക് ആ വേദന കിട്ടിയിട്ടുണ്ടാകും. എന്ത് തന്നെയാലും ഇവരും വളരെയധികം
വൂണ്ടഡ് ആണ്. കാരണം ഇവരും ഇപ്പോൾ ഹീലിംഗ് സ്റ്റേജിലാണ്. കാരണം അവർക്കും ആ ഒരു സഫറിങ്സ് കിട്ടിയത് കൊണ്ടാണ് അവരിന്ന് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് സംരക്ഷിക്കാനും അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ കാരണം. അതായത് വീണ്ടും ഇനിയും ഒന്നേന്ന് ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് റിലേഷൻഷിപ്പ് ഓക്കെയാണ്, പക്ഷേ ഒരു ഇതേപോലെ വേദനയിൽ കൂടി കടന്നു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കുകയാണ്. അവർ അവരെ തന്നെ സംരക്ഷിക്കുകയാണ്, അവരെ തന്നെ ഹീല് ചെയ്യുകയാണ്. ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതായത് അവരിൽ തന്നെ ഒരു കംഫേർട്ട് കണ്ടെത്താനും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പകരം അവരുടെ മെൻ്റൽ പീസിന് അവർ പ്രാധാന്യം കൊടുക്കാനുമാണ്. അതായത് മെൻ്റൽ പീസാണ് ഏറ്റവും വലുത്, സമാധാനമാണ് വേണ്ടത്, ഈ ഒരു രീതിയിലൊക്കെയാണ് അവരുടെ ചിന്തകൾ ഇപ്പോൾ. അതായത് ഇവിടെ ഒരു ഷിഫ്റ്റാണ് കാണുന്നത്. അതായത് എല്ലാത്തിൽ നിന്നും മാറി അവരിൽ തന്നെ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ അവരിപ്പോൾ ഹീലിംഗ് സ്റ്റേജിലാണ്. ഒരു ഹീലിംഗ് ആണ്. ഒരു പക്ഷേ എവിടെ നിന്നെങ്കിലും അവർക്കൊരു വേദന കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുമൊത്തുണ്ടായ ആ ഒരു വേദന തന്നെയാകാം അവരെ മാറ്റിയത്. എന്ത് തന്നെയായാലും അവരിപ്പോൾ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ്. അവർ ഇപ്പോൾ പീസ്, അവരുടെ സമാധാനത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് ഓർമ്മകളുണ്ട് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കണക്ഷൻസിനെ കുറിച്ച്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കാരണമാണ് അവരിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ. പക്ഷെ അവർ ഓപ്പൺ ആവാനും താല്പര്യപ്പെടുന്നില്ല. അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവർ മറ്റെന്തിനേക്കാളും അവരുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഹീലിംഗ് എപ്പോഴും സിമ്പിൾ ആയിരിക്കില്ലല്ലോ. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശാന്തതയും സമാധാനവും ആയിരിക്കില്ല. അതിൽ വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മളുടെ ഉള്ളിലുണ്ടാകും. ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ ദേഷ്യം വരും. ചില ദിവസം വളരെ ബാഡായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഹീലിംഗ് നടക്കുന്ന സമയത്ത്. അതുപോലൊരു ഹീലിങ്ങിലാണ് അവരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിൽ ഈ കൺഫ്യൂഷനും പലതരത്തിലുള്ള ചിന്തകളും പഴയ ഓർമ്മകളും എവിടെ പറ്റിപ്പോയി എന്നുള്ള ചിന്തകളും ഒക്കെ. ഒരുപക്ഷെ നിങ്ങൾ കാരണമായിരിക്കാം അവരിലൊരു ഹീലിംഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി കാരണമായിരിക്കാം. എന്ത് തന്നെ ആയാലും ഇത് ഈ ഒരു സമയത്ത് അവർ മറച്ചു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവർ എല്ലാം ഓക്കെ ആണെന്ന് പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ്, ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.